ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ODI സീരീസ് ആണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരൊറ്റ മത്സരം മാത്രമാണ് ODIയിൽ ബാക്കിയുള്ളത്. അതിനുശേഷം ന്യൂസിലാൻഡുമായിട്ടുള്ള 5 മത്സരങ്ങളുടെ T20 സീരീസ് ആരംഭിക്കുന്നതായിരിക്കും. അതിനുവേണ്ടിയൊക്കെ ആരാധകർ ഏറെ ആവേശത്തോടു കൂടി കാത്തിരിക്കുകയാണ്. കാരണം അതിന് തൊട്ടു പിന്നാലെയാണ് T20 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നതും. T20 വേൾഡ് കപ്പ് ആരംഭിക്കാൻ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് കാത്തിരിക്കേണ്ടത്. മെല്ലെ മെല്ലെ ക്രിക്കറ്റ് പ്രേമികളൊക്കെ T20 വേൾഡ് കപ്പിന്റെ ആവശ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയവുമാണ് ഇപ്പോൾ. നമ്മൾ ഏതായാലും ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് പ്രധാനപ്പെട്ട ചില ടീമുകളുടെ ആ ഒരു സ്ക്വാഡും അതുപോലെ തന്നെ ജസ്റ്റ് ഒരു കമ്പാരിസണും ഒക്കെ തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ചെറിയൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. 20 ടീമുകളാണ് T20 വേൾഡ് കപ്പിൽ മാറ്റൊരുക്കുന്നത്. അതിൽ 4 ഗ്രൂപ്പുകളാണുള്ളത്. ഓരോ ഗ്രൂപ്പിലും 5 വീതം ടീമുകൾ. ഗ്രൂപ്പ് എയിലാണ് ടീം ഇന്ത്യ ഉൾപ്പെടുന്നത്. പാകിസ്ഥാൻ, USA, നെതർലാൻഡ്സ് അതുപോലെ തന്നെ നമീബിയ എന്നിങ്ങനെ 4 ടീമുകളാണ് ഇന്ത്യക്ക് പുറമെ ഈ ഒരു ഗ്രൂപ്പിലുള്ളതും. ഗ്രൂപ്പ് ബിയിലാണ് മൈറ്റി ഓസ്ട്രേലിയ ഉള്ളത്. അതിന് പുറമെ ശ്രീലങ്കയും ഉണ്ട് ഗ്രൂപ്പ് ബിയിൽ. അയർലൻഡും സിംബാബ്വേയും ഒമാനും ഒക്കെ ഗ്രൂപ്പ് ബിയിലാണ് ഉൾപ്പെടുന്നതും. ഗ്രൂപ്പ് സിയിൽ ഇംഗ്ലണ്ട്, വെസ്റ്റ് ഇൻഡീസ്, ബംഗ്ലാദേശ് ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. നേപ്പാളും ഇറ്റലിയുമാണ് അവർക്ക് പുറമെയുള്ള ബാക്കി ടീമുകൾ. ഗ്രൂപ്പ് ഡി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ന്യൂസിലാൻഡ്, സൗത്ത് ആഫ്രിക്ക, അഫ്ഗാനിസ്ഥാൻ വമ്പൻ ടീമുകൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ്. കാനഡയും UAEയുമാണ് ബാക്കിയുള്ള ടീമുകൾ ഗ്രൂപ്പ് ഡിയിലുള്ളത്. ഈ 4 ഗ്രൂപ്പുകളിൽ നിന്നും 2 വീതം ടീമുകളായിരിക്കും സൂപ്പർ 8ലേക്ക് പ്രവേശിക്കുക. അവിടെ നിന്നും 4 ടീമുകൾ സെമി ഫൈനലിലേക്കും പിന്നീട് 2 ടീമുകൾ ഫൈനലിലേക്കും. ഏതായാലും ഇങ്ങനെയാണ് T20 വേൾഡ് കപ്പിന്റെ ഒരു ഫോർമാറ്റ് വരുന്നത്. ഏതായാലും ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, ടീം ഇന്ത്യ, ന്യൂസിലാൻഡ്, ശ്രീലങ്ക, ഇംഗ്ലണ്ട്, അഫ്ഗാനിസ്ഥാൻ നമ്മൾ വമ്പന്മാരായിട്ട് കണക്കാക്കുന്ന ചില ടീമുകൾ ഉണ്ടല്ലോ. ഈ പറഞ്ഞ ടീമുകളുടെ മാത്രം ഒരു സ്ക്വാഡ് കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു സ്ക്വാഡ് റേറ്റിംഗ് ആണ് നമ്മൾ ഇനി വീഡിയോ ഭാഗത്ത് പരിശോധിക്കുന്നത്. നമുക്ക് T20 വേൾഡ് കപ്പ് അടുക്കുന്ന സമയത്ത് ഇനിയും ഒരുപാട് വീഡിയോസുകളൊക്കെ ആയിട്ട് പൊളിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഇനി അങ്ങോട്ടും പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാനും മറക്കല്ലേ. ഏതായാലും നമ്മൾ ഈ സ്ക്വാഡ് റേറ്റിംഗിൽ 1ാം സ്ഥാനം കൊടുക്കുന്നത്, അതായത് കിരീടം നേടാൻ ഏറ്റവും അധികം സാധ്യത എന്ന് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ടീം ഇന്ത്യക്ക് തന്നെയാണ്. ഇങ്ങനെ പറയാൻ ചില കാരണങ്ങൾ കൂടിയുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി T20 ഫോർമാറ്റിൽ നമ്മുടെ ടീം നടത്തുന്ന ഒരു ആധിപത്യമുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും തുടർന്ന് അങ്ങോട്ടും ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് ഈ ഒരു T20 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നതും. തീർച്ചയായിട്ടും സൂര്യകുമാർ യാദവിന് കീഴിൽ ഒരിക്കൽ കൂടി ലോകം കീഴടക്കാനാണ് ഇന്ത്യയുടെ പടയൊരുക്കം. പിന്നെ നമ്മുടെ സ്ക്വാഡിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒരു സംശയവുമില്ലാതെ തന്നെ ഞാൻ പറയും. കാരണം നിലവിൽ നമുക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച താരങ്ങളെ തന്നെയാണ് ഈ ഒരു സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കുറ്റവും പറയാനില്ലാത്തൊരു സ്ക്വാഡ് തന്നെയാണ് ടീം ഇന്ത്യ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതും. ഏതായാലും സൂര്യകുമാർ യാദവാണ് ക്യാപ്റ്റൻ. വൈസ് ക്യാപ്റ്റൻ അക്സർ പട്ടേലാണ്. വേൾഡ് നമ്പർ 1 T20 ബാറ്റർ ആയിട്ടുള്ള അഭിഷേക് ശർമ്മ, വേൾഡ് നമ്പർ 1 T20 ബോളർ ആയിട്ടുള്ള വരുൺ ചക്രവർത്തി, ഇവരൊക്കെ നമ്മുടെ സ്ക്വാഡിൽ ഉണ്ടല്ലോ. കൂടാതെ അഭിഷേകിനോടൊപ്പം ഓപ്പണിംഗിൽ പൊളിച്ചെടുക്കാൻ മലയാളി താരം സഞ്ജു സാംസൺ. പിന്നെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഉണ്ട്, തിലക് വർമ്മയുണ്ട്. തിലക് വർമ്മയുടെ പരിക്കിന്റെ കാര്യത്തിൽ ചെറിയ തോതിലുള്ള ആശങ്കയുണ്ടെങ്കിൽ കൂടി T20 വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും അദ്ദേഹം തിരിച്ചെത്തുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ശിവൻ ദൂബെ, ഇഷാൻ കിഷൻ, ഹാർദിക് പാണ്ഡ്യ, ഹർഷ്ദീപ് സിംഗ്, ജസ്പ്രീത് ബുംറ, ഹർഷിത് റാണ, വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവ്, പിന്നെ അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, റിങ്കു സിംഗിനെ മടക്കിക്കൊണ്ട് വന്നു എന്നുള്ളതും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു. ഏതായാലും വാഷിംഗ്ടൺ സുന്ദറും പരിക്കിന്റെ പിടിയിലാണ്. അദ്ദേഹം വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും തിരിച്ചെത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗംഭീര സ്ക്വാഡ് തന്നെയാണ്. വെടിക്കെട്ട് നടത്താൻ കെൽപ്പുള്ള ബാറ്റർമാരാണ്. സൂര്യകുമാർ യാദവിന്റെ ഫോമിൽ ചെറിയ തോതിലുള്ള ആശങ്കകൾ ഉണ്ടെങ്കിൽ കൂടി അദ്ദേഹം ഫോമായാൽ പിന്നെ അത്രയും സൂപ്പർബ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പ് തന്നെ നമുക്ക് അവകാശപ്പെടാൻ കഴിയും. പിന്നെ ഓൾറൗണ്ടിങ് മികവ് എടുത്തു പറയേണ്ടതാണ്. ബൗളിങ്ങിലും പൊളിച്ചെടുക്കാൻ കെൽപ്പുള്ള ലോകോത്തര നിലവാരമുള്ള ബോളർമാരാണ് നമുക്കുള്ളത്. സോ T20 വേൾഡ് കപ്പിൽ ഏറ്റവും അധികം സ്ക്വാഡ് റേറ്റിംഗ് നമ്മൾ കൊടുക്കുന്നത് ടീം ഇന്ത്യക്കാണ്. ഈ ഒരു സ്ക്വാഡ് റേറ്റിംഗിൽ നമ്മൾ 2ാം സ്ഥാനത്ത് ഉൾപ്പെടുത്തുന്നത് മൈറ്റി ഓസ്ട്രേലിയയെ തന്നെയാണ്. അവർക്ക് സൂപ്പർ താര നിബിഡമായിട്ടുള്ള ഒരു സ്ക്വാഡ് തന്നെ അവകാശപ്പെടാനുണ്ട്. ജോഷ് ഹേസൽവുഡും ടിം ഡേവിഡും പാറ്റ് കമിൻസും ഒക്കെ ഈ ഒരു വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടുമുണ്ട്. മിച്ചൽ മാർഷ് ക്യാപ്റ്റൻ, സേവിയർ ബാർലറ്റ്, കൂപ്പർ കനോലി, പാറ്റ് കമിൻസ്, ടിം ഡേവിഡ്, കാമറൂൺ ഗ്രീൻ, നെഥാൻ എലിസ്, ജോഷ് ഹേസൽവുഡ്, ട്രാവിസ് ഹെഡ്, ജോഷ് ഇംഗ്ലീഷ്, മാത്യു കുൻഹമൻ, ഗ്ലെൻ മാക്സ്വെൽ, മാത്യു ഷോട്ട്, മാർക്കസ് ടോനിസ്, ആദം സാംബ. എന്തൊരു സ്ക്വാഡാണ്! ഗംഭീരം, പൊളിച്ചെടുക്കുന്ന സ്ക്വാഡ് എന്ന് തന്നെ പറയേണ്ടി വരും. ഓപ്പണിംഗിൽ ട്രാവിസ് ഹെഡും അതുപോലെ മിച്ചൽ മാർഷും ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ടോപ്പ് 5 ബാറ്റർമാരുടെ പേര് നോക്കുകയാണെങ്കിൽ തന്നെ സൂപ്പർബായിട്ടുള്ള വെടിക്കെട്ട് നടത്താൻ കെൽപ്പുള്ള താരങ്ങളുടെ പേര് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഒരു സ്പിൻ ഹെവി ആയിട്ടുള്ള ഒരു സ്ക്വാഡ് കൂടിയായിരുന്നു ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. മാത്യു കുൻഹമനും ആദം സാംബയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു കിഡിലൻ സ്ക്വാഡ്. അതേപോലെ പേസ് ബൗളിങ്ങിന് മൂർച്ച കൂട്ടാൻ അവിടെ ആരൊക്കെയാണ് ഉള്ളത്? തീർച്ചയായിട്ടും പാറ്റ് കമിൻസ് ഉണ്ട്, ജോഷ് ഹേസൽവുഡും ഉണ്ട്. ഈ 2 താരങ്ങൾ തന്നെ എതിരാളികൾക്ക് ഒരു പേടി സ്വപ്നമാണ്. നെഥാൻ എലിസും തകർപ്പൻ ഫോമിലാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കളിച്ചുകൊണ്ടിരിക്കുന്നത്. സൂപ്പർബായിട്ടുള്ള ബൗളിങ്ങും അതേപോലെ വെടിക്കെട്ട് ബാറ്റർമാരുമുള്ള ഒരു ഗംഭീര സ്ക്വാഡ്. 3ാമതായിട്ട് നമ്മൾ ഈ സ്ക്വാഡ് റേറ്റിംഗിൽ ഉൾപ്പെടുത്തുന്നത് ഇംഗ്ലണ്ടിനെയാണ്. ആദ്യം സൗത്ത് ആഫ്രിക്കയെ ഉൾപ്പെടുത്തിയാലോ എന്ന് കരുതിയതായിരുന്നു. പക്ഷേ ഇംഗ്ലണ്ടിന്റെ സ്ക്വാഡ് കണ്ടപ്പോൾ ശരിക്കും ഇംപ്രസ്ഡ് ആയിപ്പോയി. ഹാരി ബ്രൂക്കാണ് ക്യാപ്റ്റൻ. റഹാൻ അഹമ്മദ്, ജോഫ്ര ആർച്ചർ, ടോം ബാൻഡൺ, ജേക്കബ് ബെത്തൽ, ജോസ് ബട്ട്ലർ, സാം കരൻ, ലിയാം ഡൗസൺ, ബെൻ ഡക്കറ്റ്, വിൽ ജാക്സ്, ജെമി ഓവർട്ടൺ, ആദിൽ റഷീദ്, ഫിൽസാൾട്ട്, ജോഷ് ടങ്ക് ആൻഡ് ഓൾസോ ല്യൂക്ക് വുഡ്. ഒരു പ്രോബബ്ലി 11 നോക്കുകയാണെങ്കിൽ ജോസ് ബട്ട്ലറും ഫിൽസാൾട്ടും ചേർന്നുകൊണ്ട് ഒരു എക്സ്പ്ലോസീവ് പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുത്താലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം
അമ്മാതിരി എക്സ്പ്ലോസീവായിട്ട് ബാറ്റ് ചെയ്യാൻ കെൽപ്പുള്ള താരങ്ങളാണ്. പിന്നെ ഹാരി ബ്രൂക്ക് ക്യാപ്റ്റൻ നമ്പർ 3 കളിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു കീ മിഡിൽ ഓർഡർ ബാറ്ററാണ്. പിന്നെ വെണ്ടക്കറ്റ്, വിൽ ജാക്സ്, സാം കരൻ, ലിയാം ലിവിങ്സ്റ്റൺ, എന്തൊരു ബാറ്റിംഗ് ആണ്. പിന്നെ ജെമി ഓവർട്ടണും ബാറ്റ് ചെയ്യാൻ സാധിക്കും. ഓവർട്ടണിനെ കൂടാതെ ജോഫ്ര ആർച്ചർ ഉണ്ട്. പിന്നെ ആദിൽ റഷീദ്, അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ്, സ്പിൻ മികവ് ഇംഗ്ലണ്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അവർക്കത് തീർച്ചയായിട്ടും ഗുണകരമാവും. പിന്നെ ല്യൂക്ക് വുഡ് ഓർ ജോഷ് ടങ്ക്, അവരുടെ ആ ഒരു സ്പിൻ കണ്ടീഷനും മറ്റുമൊക്കെ അനുസരിച്ചുകൊണ്ട് ഇവരിൽ ഏതെങ്കിലും ഒരു താരം കളിച്ചേക്കും. വീഡിയോ ഒരുപാട് നീണ്ടുപോയി. സോ ബാക്കിയുള്ള ടീമുകളുടെ കാര്യം ജസ്റ്റ് ഒരു സ്ക്വാഡ് റേറ്റിംഗ് മാത്രം കൊടുത്തുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും മികച്ച സ്ക്വാഡ് ഉള്ളത് ഏത് ടീമിനാണെന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും 4ാം സ്ഥാനത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്കയും ഒരു ഗംഭീര സ്ക്വാഡ് തന്നെ അവകാശപ്പെടാനുള്ള ഒരു ടീം തന്നെയാണ്. അവസാനത്തെ വേൾഡ് കപ്പിൽ ഫൈനലിൽ കളിച്ച ടീം കൂടിയാണെന്നുള്ളത് മറക്കേണ്ടതില്ല. 5ാം സ്ഥാനത്ത് ന്യൂസിലാൻഡിനെയും 6ാമത് അഫ്ഗാനിസ്ഥാനെയും 7ാമത് ശ്രീലങ്കയുമാണ് ഈ സ്ക്വാഡ് റേറ്റിംഗിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ബാക്കി ടീമുകളുടെ കാര്യമൊക്കെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാമെന്ന് കരുതുന്നു പിന്നീടുള്ള വീഡിയോകളിൽ. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്ന് അങ്ങോട്ടും പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.